വടകര കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF എന്നാവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ UDF ആണ്. അതിന് BJPയുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണ യോഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വടകരയിൽ നടക്കും. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പാർട്ടി നിലപാട് ആവർത്തിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒറ്റ നിലപാടാണ് ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളത്. വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ UDFന് BJPയുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. UDF ആണ് അവിടെ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലതയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചത്. അവർക്കാണെങ്കിൽ ഈ റിക്കാർഡെല്ലാം ഉണ്ടാക്കിയ നല്ല ശീലമുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, ഞങ്ങളാണ് LDF ഈ കാര്യം വന്നപ്പോഴും LDF ആണ് ആദ്യമായിട്ട് കേസ് കൊടുത്തത്. LDF ആണ് പരാതി നൽകിയത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് DYFIയുടെ വിശദീകരണ യോഗം. DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ അഡ്മിനായ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചതെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ UDF ഇത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി. ഇതിനെ പ്രതിരോധിക്കാനാണ് വിശദീകരണ യോഗം. തനിക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി റിബേഷ് രാമകൃഷ്ണൻ മുൻ MLAയും ലീഗ് നേതാവുമായ പാറക്കൽ അബ്ദുള്ളയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. 24 കോഴിക്കോട്.